ഈ KSRTCയെ സംബന്ധിച്ച് സത്യത്തിൽ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്ത മന്ത്രിയാണ് ഗണേശൻ. അതായത് ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള ചെറുപ്പക്കാർ അവിടെ നമ്മുടെ ഇവിടുന്ന് അവിടെ ചെന്ന് ജോലി ചെയ്യുന്നവർ പറയും ഞങ്ങളൊക്കെ ഓൾവോ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ അന്ന് ഓൾവോ ബസ് എടുത്ത് AC വണ്ടി ഇറക്കിയപ്പം അത് ആളുകൾ ഒരു ഭയത്തോടും KSRTCക്ക് ഇതിനുള്ള ശേഷിയുണ്ടോ എന്ന് ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കിയ ഒരു മന്ത്രി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ അനുസരിച്ച് ബാറ്ററി പൊട്ടിത്തെറിക്കുമെന്നൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ പാലായിലാണ് ഇരിക്കുന്നത്. അയിങ്കൊമ്പെന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഒരു ബസ് മുഴുവൻ കത്തിപ്പോയതാണ്. അതുപോലെ തന്നെ ചേർത്തല ഒരു കച്ചിലോറിയായിട്ട് ഇടിച്ചിട്ട് ഒരു വണ്ടി കത്തിപ്പോയി. ഞാൻ അതിൻ്റെ കമ്മീഷനിൽ ഞാൻ ഹിയറിങ്ങിന് പോയതാണ്. ഇപ്പം ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇത്ര സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഒരു ഡീസൽ വണ്ടിയും ഒരു ഇലക്ട്രിക് ബസ്സുമായിട്ട് ഈ ഇലക്ട്രിക് വണ്ടിയുടെ ചാർജിങ്ങിൻ്റെ കോസ്റ്റും അല്ലെ ഇന്ധന ചെലവിൻ്റെ കാര്യത്തിൽ 32 ലക്ഷം രൂപ ഒരു വർഷം സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 കൊല്ലം ഈ വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. വന്നാൽ തന്നെ പോലും 32 ലക്ഷം രൂപയുടെ പകുതി പോലും ആകുകയല്ലോ അത് മാറ്റാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ആകാംക്ഷ ഉള്ള ആളുകൾക്ക് പിന്നെ ഈ വോൾവോ ബസ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെയൊക്കെ ആളുകൾ ഇത് കേരളത്തിൽ എക്കണോമിക്കലാകുമോ എന്നൊക്കെ ഒരു സംശയം പറഞ്ഞു. പക്ഷേ ഞാൻ വേദനയോടെ ഒരു കാര്യം പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് 80% പണം മുടക്കി തന്ന വണ്ടികൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞത് നശിപ്പിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ 5 കൊല്ലം കൊണ്ട്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് 6 IAS IPS MDമാരെ മാറ്റി. പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് മാറ്റാതെ ഏതാണ്ട് ഒരു സ്വതന്ത്ര ചുമതല കൊടുത്ത് ഇത് ഏതാണ്ട് ഒരു ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇലക്ട്രിക് ബസ്സിനെ കുറിച്ച് ഞാൻ ഇലക്ട്രിക് ബസ്സിൻ്റെ എനിക്ക് അതിൻ്റെ ഉടമസ്ഥരെ അറിയത്തില്ല, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവും അല്ല. എങ്കിൽ പോലും ഞാനൊരു കാര്യം പറയാം. ഇവിടെ പമ്പ നിലയ്ക്കൽ സർവീസ് 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ബസ് ഓടി. ആ ബസ് കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് നിന്ന് മൂന്നാറിന് ഓടി. അപ്പോൾ കയറ്റം കയറിയാലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇലക്ട്രിക് ബസ് മൂന്നാർ എറണാകുളമായിട്ട് ഓടി അവർ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോഴൊക്കെ ഓടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഏതൊരു കാര്യവും നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ കണ്ടതാ, ട്രാക്ടർ വന്നപ്പോഴും നമ്മൾ കണ്ടതാ. എൻ്റെ നാട്ടിൽ ഞാൻ കോളേജിലോട്ട് വന്ന സമയത്താണ് ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. അന്ന് ഇവിടുത്തെ ടാക്സിക്കാരെല്ലാം ഈ ഓട്ടോറിക്ഷയുടെ പുറകെ കരഞ്ഞണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ കൊണ്ട് ഇടിപ്പിക്കുമായിരുന്നു. പക്ഷേ ആ ഡ്രൈവർമാർ പിന്നീട് ഒരു പണമൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ഈ എതിർത്ത പാർട്ടിയുടെ യൂണിയനിൽ പോയി ചേരുന്നത് കണ്ട ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾക്ക് ഉപകാരപ്രദമായ പ്രകൃതിക്കിണങ്ങുന്ന ഹരിത വൈദ്യുതി ഉപയോഗിച്ച് അല്ലെങ്കിൽ സോളാർ ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന ഈ ഇലക്ട്രിക് ബസ്സിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനൊരു ഭീതി, അത് പൊട്ടിത്തെറിക്കും. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട്, കേരളത്തിലെ ഒരു കാറ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ കത്തി അത്ഭുതകരമായ യാത്രക്കാർ രക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ വാഹനമാണെങ്കിൽ അപകടമുണ്ടാകും. പക്ഷേ അത് കുറേയൊക്കെ കൃത്യമായി ഡ്രൈവർമാരുടെ കൃത്യമായ റോഡ് മര്യാദയൊക്കെ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അപകടം കുറയും. ഇപ്പോൾ ബോംബെ, പൂന മുഴുവൻ ഇലക്ട്രിക് ബസ്സുകളാണ്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത് ഇലക്ട്രിക് ബസ്സുകളാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കണ്ണടച്ച് എതിർക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അതിനുവേണ്ടി സംസാരിക്കുന്നവരോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യണം എന്ന് ഏറെക്കാലമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് ഞാൻ ഇത്തരം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ.